CUT UG 2026 വഴി BBAU ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് BBAU എന്ന് പറയുന്നത്. NIRF റാങ്കിൽ 1050 വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് BBAU എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്താണ്, അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CUT UG എഴുതിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ CUT സ്കോർ എത്രയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് 14th July 2026 ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30 July 2026 ആണ്. മനസ്സിലാക്കേണ്ട 30 ജൂലൈക്കാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് കൂടാതെ ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. August 5th വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ 30th ജൂലൈക്ക് ശേഷം August 5th ഉള്ളിലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 1000 രൂപ ഫൈൻ ആയിട്ട് വരും. ആ ഒരു ലേറ്റ് ഫീ ആയിട്ട് 1000 രൂപ അടിച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ 30th ജൂലൈക്ക് മുമ്പായി തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. OBC EWS അതുപോലെ തന്നെ ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 300 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.bbau.ac.in എന്നുള്ളതാണ് ഇതിന്റെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് https.bbau.cet.samarth.edu.in എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഏതൊക്കെ കോഴ്സ് കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഏകദേശം 27 കോഴ്സുകളാണ് ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഏതൊക്കെ കോഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ഫസ്റ്റ്ലി ഇന്റഗ്രേറ്റഡ് BSc MSc ബേസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്തൊക്കെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി ലാംഗ്വേജ് ആണ്. ഒരു ലാംഗ്വേജ് നമുക്ക് 13 ലാംഗ്വേജുകളുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, കന്നഡ അങ്ങനെ ഒരുപാട് 13 ലാംഗ്വേജുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റിൽ ബയോളജി, കെമിസ്ട്രി, മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് ഈ 4 ഏതെങ്കിലും 3 എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എലിജിബിൾ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ ഏതെങ്കിലും 3 എഴുതണം. കൂടാതെ എനി ലാംഗ്വേജും കൂടി ഏതാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് BSc MSc ബേസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ് പറയുന്നുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് BSc ഹോണേഴ്സ് ജിയോളജി ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി വൺ ലാംഗ്വേജ് ഫ്രം ദീസ് 13 ലാംഗ്വേജസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ ഡൊമൈൻ സബ്ജക്റ്റിൽ നിങ്ങൾ കെമിസ്ട്രി, ജിയോഗ്രഫി, ഫിസിക്സ്, ബയോളജി ആൻഡ് മാത്സ് ഈ 5 അതിൽ ഏതെങ്കിലും 3 ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് BSc ഹോണേഴ്സ് ജിയോളജി കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. ഒരു ലാംഗ്വേജും ഈ 5 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ വരുന്നത് BA ഹോണേഴ്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ സെയിം തന്നെയാണ്. ലാംഗ്വേജ് എഴുതണം. ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതാൻ മതിയാവും. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റിൽ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ജിയോഗ്രഫി ആൻഡ് നോളജ് ട്രഡീഷൻ എന്ന് പറയുന്ന പേപ്പർ ഇതിൽ ഏതെങ്കിലും 3 പേപ്പർ ഏതാണെന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജും ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു 3 പേപ്പർ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് BSc ഹോണേഴ്സ് ലൈഫ് സയൻസ് ഹോണേഴ്സ് വിത്ത് കോമ്പിനേഷൻ ഓഫ് സോളജി, ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഈ 3 കോമ്പിനേഷനുള്ള BSc ലൈഫ് സയൻസ് ഹോണേഴ്സ് കോഴ്സ് ആണ് പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. വൺ ഓഫ് ദി ഗുഡ് കോഴ്സ് ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതണം. 13 ലാംഗ്വേജ് എന്ന് ഏതെങ്കിലും ലാംഗ്വേജ് നിർബന്ധമായി എഴുതണം. കൂടാതെ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ 3 ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് BVOC ആണ്. BVOC ഇൻ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എന്ന് പറയുന്ന കോഴ്സാണ്. ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ലാംഗ്വേജിൽ എനി ലാംഗ്വേജ് എഴുതാം. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് 13 ലാംഗ്വേജ് എഴുതാം. കൂടാതെ നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആണ്. ലാംഗ്വേജും ജനറൽ ടെസ്റ്റും എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന കോഴ്സാണ് BCom ഹോണേഴ്സ്. BCom ഹോണേഴ്സ് പറയുന്ന കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതാൽ മതി. കൂടാതെ നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ BBAU നിങ്ങൾക്ക് BComന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് BBA ആണ്. ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോണേഴ്സ് ഡിഗ്രി ആണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ സെയിം ആണ്. നിങ്ങൾ ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതിയാൽ മതി. കൂടാതെ നിങ്ങൾ എന്ത് എഴുതണം, ജനറൽ ടെസ്റ്റും എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് BBA LLB ആണ്. ഒരുപാട് കുട്ടികൾ BBA LLB കോഴ്സ് നോക്കുന്ന കുട്ടികളുണ്ട്. BBA LLB ഹോണേഴ്സ് ആണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതണം. കൂടാതെ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ഈ 5 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണ്. 3 ഡൊമൈനും ഒരു ലാംഗ്വേജ് ആണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ 5 ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 എഴുതാൽ മതി. കൂടാതെ ഒരു ലാംഗ്വേജ് ഏതാണെന്നുണ്ടെങ്കിൽ BBA LLB ഹോണേഴ്സ് എന്ന് പറയുന്ന കോഴ്സിന് BBAയിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ECCE ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സാണ്.
ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജും കൂടാതെ ജനറൽ ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന ഒരുപാട് ബിടെക് കോഴ്സുകളുണ്ട്. BBI പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി ഗുഡ് കോഴ്സുകൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ബിടെക് കോഴ്സുകൾ. ഏകദേശം 10 മുകളിൽ ബിടെക് കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതിയിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് എഴുതണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അപ്ലൈഡ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി, ഈ 5 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 എണ്ണം ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി ലാംഗ്വേജ് അതുപോലെ തന്നെ സെയിം ആണ്. ഈ 4 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 എണ്ണവും ഒരു ലാംഗ്വേജ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യാം. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അടുത്ത കോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ സെയിം ആണ്. ഒരു ലാംഗ്വേജ് എഴുതാൻ നിർബന്ധമായിട്ടും, കൂടാതെ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 3 എണ്ണം ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൂടാതെ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 ഏതെങ്കിലും 3 എണ്ണം ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. പിന്നെ വരുന്ന ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതൊരു ലാറ്ററൽ എൻട്രി ആണ്. ആ കോഴ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന ബിടെക് ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. ഇതും ലാറ്ററൽ എൻട്രി ആണ്. ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഈ അതിൽ ഏകദേശം കുറച്ച് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി നടത്തുന്ന തന്നെ ഉണ്ട്. അതുകൂടാതെ പിന്നെ വരുന്നത് BA ഹോണേഴ്സ് FTMS എന്ന് പറയുന്നത് ഫിലിം, തിയേറ്റർ ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സാണ്. ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതിയിരിക്കണം. എനി ഓഫ് ദി ലിസ്റ്റഡ് ലാംഗ്വേജ്, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതിയിരിക്കണം. കൂടാതെ ജനറൽ ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ BA ഹോണേഴ്സ് ഫിലിം, തിയേറ്റർ ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന കോഴ്സാണ് BA ഹോണേഴ്സ് ഓപ്ഷണൽ ഹിസ്റ്ററി ആണ്. ഓപ്ഷണൽ ഹിസ്റ്ററി, സോഷ്യോളജി ആൻഡ് ഇംഗ്ലീഷ് ഓപ്ഷണൽ ആയിട്ടുള്ളതാണ് BA ഹോണേഴ്സിൽ. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ല, ഏതെങ്കിലും ഒരു ലാംഗ്വേജും പ്ലസ് ജനറൽ ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന BSc ഹോണേഴ്സ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ലാംഗ്വേജ് എഴുതണം. കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 നിർബന്ധമായി എഴുതാണെന്നുണ്ടെങ്കിൽ BSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന കോഴ്സാണ് BSc IT ഹോണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ എഴുതിയിരിക്കണം. കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 ഏതെങ്കിലും 3 എണ്ണം ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന BCom ഹോണേഴ്സ് ആണ്. BCom ഹോണേഴ്സിന് ഈ ഒരു കോഴ്സിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതാം. കൂടാതെ ജനറൽ ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന BCA ഹോണേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങൾ ലാംഗ്വേജ് എഴുതിയിരിക്കണം. ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 3 എണ്ണം ഏതാണെന്നുണ്ടെങ്കിൽ BCA ഹോണേഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്ന BPharm കോഴ്സാണ്. BPharm കോഴ്സിന്റെ എനി വൺ ലാംഗ്വേജ് ആണ്. കൂടാതെ 3 ഡൊമൈൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ 4 3 എണ്ണം ഏതാണെന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സാണ്. DPharm കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതാം. കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്, ഈ 4 3 എണ്ണം ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുകൾ അപ്ലൈ ചെയ്യാം. ഇതാണ് ബാബാ സാഹേബ് ഭീംറാം അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് BBI എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് ഫൈൻ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30 ജൂലൈ ആണ്. 30 ജൂലൈ 2026 ആണ്. വിത്ത് ഫൈനോട് കൂടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 5 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യരുത്. 30 ജൂലൈക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.